കേരളത്തിൽ എത്ര ദിവസമുണ്ട് ഈ പറഞ്ഞ ഇലക്ഷന് വേണ്ടിയിട്ട്? എത്ര ഇലക്ഷൻ? 11 ദിവസമല്ലേ ആയുള്ളൂ? 11 ദിവസമുള്ളൂ. ഈ 3 മുന്നണി എന്താ ഈ പ്രകടന പത്രിക മുന്നോട്ട് വെക്കാത്തത്? കേരളത്തിലെ രാഷ്ട്രീയം എന്താ? കേരളത്തിലെ രാഷ്ട്രീയം എന്താ? കോൺഗ്രസിൻ്റെ കേരളത്തിലെ രാഷ്ട്രീയം എന്താ? ഈ 5 എന്താണ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ? 5 ഗ്യാരണ്ടി മാത്രമേ ഉള്ളൂ? BJP എന്താ മുന്നോട്ട് വെക്കാത്തത്? കോൺഗ്രസ് പ്രകടന പത്രികയല്ല കേരളത്തിലെ ജനങ്ങൾക്ക് അറിയേണ്ടത്. കേരളത്തിലെ ജനങ്ങൾക്ക് അറിയേണ്ടത് എന്താണ്? കേരളത്തിലെ വികസനത്തെക്കുറിച്ച് അറിയണം. പൊരിഞ്ഞ ചാനൽ യുദ്ധം നടക്കുന്ന ഒരു പ്രത്യേക ചാനലിൻ്റെ മുതലാളിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അതിൽ കഴമ്പില്ലാതില്ല. ആകെ 11 ദിവസമാണ് കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകാനുള്ളത്. പ്രധാനപ്പെട്ട 3 മുന്നണികളും അവരുടെ പ്രകടന പത്രിക ഇതുവരെ പുറത്തിറക്കിയിട്ടില്ല. എന്താണ് തങ്ങൾ അധികാരത്തിൽ വന്നാൽ 5 വർഷം കൊണ്ട് ചെയ്യാൻ പോകുന്നത് എന്നത് മലയാളികളുടെ മുമ്പിൽ അല്ലെങ്കിൽ വോട്ടേഴ്സിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ആകെ നമ്മുടെ മുന്നിലുള്ളത് UDF അതിൻ്റെ പുതുയുഗ യാത്രയുടെ അവസാനത്തെ സമാപന സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടികളാണ്. അത് ഏറെക്കുറെ വ്യക്തമാണ് കേട്ടോ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. കേരളത്തെ മുച്ചൂടും നശിപ്പിക്കാൻ ഉതകുന്ന തരത്തിലുള്ള 5 ഗ്യാരണ്ടികളാണ്. KSRTCയിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, കോളേജിൽ പോകുന്ന പെൺകുട്ടികൾക്ക് മാസം തോറും 1000 രൂപ എത്തിച്ചു കൊടുക്കൽ തുടങ്ങിയ കേരളത്തിനെ മുച്ചൂടും നശിപ്പിക്കാൻ ഉതകുന്ന കുറച്ച് പരിപാടികൾ അവർ അവതരിപ്പിച്ചു കഴിഞ്ഞു. കേരളത്തിൻ്റെ വികസനത്തിന്, സാമ്പത്തിക വികസനത്തിന്, തൊഴിലില്ലായ്മയ്ക്ക്, അല്ലെങ്കിൽ വ്യാവസായിക വിപ്ലവത്തിന്, അല്ലെങ്കിൽ ഇവിടുത്തെ പശ്ചാത്തല സൗകര്യങ്ങളുടെ വികസനത്തിന്, അതല്ലെങ്കിൽ കാർഷിക രംഗത്ത് എന്ത് വിപ്ലവമാണ് നടത്താൻ പോകുന്നത്, എന്ത് പരിഷ്കാരമാണ് നടത്താൻ പോകുന്നത്, വന്യജീവി ശല്യത്തിന് എന്ത് പരിഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്, മലയോര ജനതയ്ക്ക് എന്താണ് തങ്ങൾ ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെ തുടങ്ങി നാനാവിധത്തിലുള്ള കേരളത്തിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിന് പല രംഗങ്ങളിലും കേരളം 1-ാം നമ്പറാണെങ്കിൽ അത് നിലനിർത്തുന്നതിനോടൊപ്പം ഇനിയും എത്ര മേഖലകളിൽ തങ്ങൾക്ക് മുന്നോട്ട് നയിക്കാൻ പറ്റുമെന്നുള്ളതിന് ഒരു നയ പരിപാടി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കണമല്ലോ. ഇനി കേവലം 11 ദിവസത്തിനുള്ളിൽ ഇതെല്ലാം അവതരിപ്പിച്ച് ജനങ്ങൾക്ക് ഒരു വിലയിരുത്താനുള്ള സമയം കിട്ടണം. NDA എന്ന കക്ഷിക്ക് അങ്ങനെ ഒരു പരിപാടി ഉള്ളതായി ഇതുവരെ നമ്മൾ പുറത്ത് പറഞ്ഞു കേട്ടിട്ടില്ല. UDF ആകട്ടെ 5 ഗ്യാരണ്ടികളിൽ ഒതുക്കിയിട്ട് അതവിടെ നിർത്തിക്കളഞ്ഞു. LDF ആകട്ടെ എന്താണ് ഇനി തങ്ങൾ മാറ്റം വരുത്താൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടില്ല. ഇവരൊക്കെ എന്താണ് കാത്തിരിക്കുന്നതെന്ന് നമുക്കറിയാം. ആദ്യം ആര് ഇറക്കുന്നു എന്നറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നാൽ അതിനേക്കാൾ 100 രൂപയോ അല്ലെങ്കിൽ 1000 രൂപയോ 500 രൂപയോ കൂട്ടിയിട്ടുള്ള ക്ഷേമ പെൻഷൻ കൂട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ മറ്റുള്ള ഫ്രീ ബീസിൽ തുക അല്പം വർദ്ധിപ്പിച്ച് ഓഫർ ചെയ്യുക എന്നൊക്കെ ചെയ്താൽ ഈ വോട്ടേഴ്സ് എല്ലാം തങ്ങളുടെ പെട്ടിയിലേക്ക് വോട്ട് ചെയ്യും എന്നുള്ള ഒരു ചിന്താഗതി, കുൽസിത ശ്രമം അല്ലെങ്കിൽ അതിബുദ്ധിക്കാണ് ഇവർ കാത്തിരിക്കുന്നത് എന്നറിയാം. 3 മുന്നണികളും ചുറ്റിത്തിരിയുന്നത് ഒരു ഡീൽ എന്ന പുതിയൊരു രാഷ്ട്രീയ സമവാക്യത്തിന് ചുറ്റുമാണ്. അത് കോൺഗ്രസ് ആക്ഷേപിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും ഡീലാണത്രേ. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലാണ്. പലയിടത്തും BJP വളരെ ദുർബലരായ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത് CPMനെ സഹായിക്കാനാണെന്ന് അവർ പറയുന്നു. അതേസമയം CPM ആരോപിക്കുന്നത് കോൺഗ്രസും BJPയും തമ്മിലാണ് ഡീല്. അതിന് പഴയ ചരിത്രങ്ങൾ, വടകരയും ബേപ്പൂരും തുടങ്ങിയ കോലീബി സഖ്യം, പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള പാലക്കാട്ടിലെയും പാലക്കാട് AKGക്കെതിരായിട്ടും പട്ടാഭിയിൽ EMSനെതിരായിട്ടും RSSും കോൺഗ്രസും ഒരേ സ്ഥാനാർത്ഥിയെ നിർത്തിയ കഥയൊക്കെ ദിവസവും പത്രസമ്മേളനത്തിൽ പിണറായി വിജയൻ വിശദീകരിച്ചുകൊണ്ട് തിരിച്ചടിക്കുകയും ചെയ്യുമ്പോൾ ഈ നാട്ടുകാരുടെ കേരളത്തിൻ്റെ വികസനത്തെപ്പറ്റി ഇവർക്കാർക്കും കമാന്നൊരക്ഷരം പറയാനില്ല എന്നുള്ള അതിവിചിത്രമായ ഒരു രാഷ്ട്രീയ പരിതസ്ഥിതിയാണ് നമ്മുടെ മുന്നിലുള്ളത്. കേവലം 10 ദിവസമാണ് ഇനി ബാക്കിയുള്ളത്. ഇവരുടെ അജണ്ട എന്താണ് കേരളത്തിന് ഇവർ ചെയ്യാൻ പോകുന്നത് എന്നറിയാനുള്ള അവകാശം കേരളീയരായ വോട്ടർമാരായ നമുക്കില്ലേ എന്ന് നമ്മുടെ പ്രേക്ഷകർ ചിന്തിക്കണം. അവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. ഈ രാഷ്ട്രീയ കക്ഷികൾക്കും മുന്നണികൾക്കും സൽബുദ്ധി ഉദിക്കട്ടെ എന്ന് മാത്രം ആശിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു.